ഉണ്ടാകട്ടെ. നമുക്ക് സെഫന്യാവിൻ്റെ പുസ്തകത്തിലേക്ക് തിരികെ വരാം. നമ്മളുടെ പഠനത്തെ തുടരാം. സെഫന്യാവിൻ്റെ 4-ാമത്തെ മെസ്സേജാണ് നമ്മളിന്ന് ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ നമുക്കിന്ന് ശ്രദ്ധിക്കാം. കഴിഞ്ഞ തവണ നമ്മൾ ആരംഭിച്ച വിഷയം ഇതായിരുന്നു: ജാതികളായ ജനങ്ങളോടുള്ള അല്ലെങ്കിൽ ആ രാജ്യങ്ങളോടുള്ള ദൈവത്തിൻ്റെ ന്യായവിധി, അതടങ്ങുന്നൊരു സന്ദേശമാണ് നമ്മൾ കഴിഞ്ഞ തവണ ശ്രദ്ധിച്ചത്. ഫിലിസ്തീയ ദേശത്തോടും മോവാബ്യരോടും അമ്മോന്യരോടും ഉള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് പൂർത്തീകരിച്ചതിന് ശേഷം 12-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത് കൂശിനോടും അസീര്യയോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. 12-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. 12 സെഫന്യാവ് 2:12. വായിച്ചോളൂ. നിങ്ങളോ, ഓക്കെ, ഇംഗ്ലീഷിൽ യു ഓൾസോ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കൂശ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എത്യോപ്യ എന്ന് പറയുന്ന വാക്ക് നിങ്ങളിവിടെ കാണുമ്പോൾ ആഫ്രിക്കയിലെ എത്യോപ്യക്കാരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഇത് മോവാബിനും അമ്മോനിനും അടുത്തുള്ള എത്യോപ്യ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. നമ്മൾ 12-ാമത്തെ വാക്യത്തിൽ മാത്രമേ കൂശ് എന്ന ദേശത്തോട് ബന്ധത്തിൽ ചില വാക്കുകൾ കാണുന്നുള്ളൂ. വളരെ ചെറിയ ഒരു സെൻറ്റൻസ് മാത്രം. ദൈവം തന്നെ വാളുകൊണ്ട് ഈ ദേശത്തെ ഛേദിച്ച് കളയും. പക്ഷെ അതിൽ കൂടുതൽ നമുക്കിവിടൊന്നും കാണാനും കഴിയുന്നില്ല. ഞാൻ ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞതുപോലെ യു ഓൾസോ, നിങ്ങളും എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് എന്താണ് ദൈവം പറഞ്ഞത് അതിനോട് ചേർത്ത് വെച്ച് തന്നെയാണ് ഇതിനെയും വായിക്കേണ്ടത്. ഇതിനു മുമ്പ് മോവാബ്യരോടും അമ്മോന്യരോടുമുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെ പറ്റിയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവം തൻ്റെ വാള് ഉപയോഗിച്ച് മോവാബിനെയും അമ്മോനെയും നശിപ്പിക്കുമ്പോൾ അതിനോട് കൂടെ നശിക്കപ്പെടുന്നത് ആരാ? കൂശ്. അതാണ് ഇവിടുത്തെ കാര്യം. എന്തുകൊണ്ടാണ് ഇവിടെ ഈ ദേശത്തോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് ഇങ്ങനെ വരുന്നത്? 2 ദിനവൃത്താന്തം 14-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. 2 ദിനവൃത്താന്തം നമുക്ക് നമ്മളുടെ ബൈബിൾ ഒന്ന് പരിചയപ്പെടാം. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പൂറാണ്. പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ, ചരിത്രം പ്രത്യേകിച്ച്, നമ്മളത്ര ഗൗരവമായിട്ടല്ല പഠിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വളരെ പൂറായതുകൊണ്ട് നമുക്ക് തിരിച്ച് ആ ഭാഗത്തേക്കൊന്ന് നോക്കാം. 2 Chronicles 14:9 അതൊന്ന് വായിച്ചാട്ടെ ആരെങ്കിലും. അനന്തരം കുശ്യനായ 10,00,000 ആളും 300 രഥവും ഉള്ള സൈന്യത്തോടു കൂടെ അവരുടെ നേരെ പുറപ്പെട്ടു. ഓക്കെ, അതായത് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കൂശ്യനായ ശേര 10,00,000 പേരോളം തൻ്റെ കൂടെ ചേർത്ത് 300 രഥങ്ങളുമായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ചെന്നു. അങ്ങനെ ആക്രമിക്കുന്ന ഈ ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ രാജ്യത്തോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ കോപം ആണ് നമ്മൾ സെഫന്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. ഇങ്ങനെ ആക്രമിച്ചവർ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിയത്തില്ല. അതാണ് കാര്യം. ഇനി ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ യെരമ്യാവിൻ്റെ പുസ്തകം 46-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ജെറമ്യ 46:9 വായിച്ചോളൂ.
വിദ്യയിലൂടെ ആ ദിവസം സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുന്ന പ്രതികാര ദിവസം ആകുന്നു. ഓക്കെ. ഇതിനു മുമ്പ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈജിപ്റ്റ്, മിസ്രൈം എന്നുള്ള ദേശത്തെ പറ്റിയുള്ള ഒരു പരാമർശമാണ് ഈ 46-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവരുടെ കൂട്ടാളികളാണ് ആര്? കൂശ്യയിലെ ആൾക്കാർ. ഓക്കെ. യെരമ്യ 46:9 ഈ കൂശ്യരായിട്ടുള്ള ആൾക്കാർ മിസ്രൈമിൻ്റെ കൂട്ടാളികളും അവർക്ക് വേണ്ടിയിട്ട് പട പൊരുതുന്നവരുമാണ്. അതോടൊപ്പം തന്നെ മിസ്രൈമും യഹൂദയോട് ചേർന്ന് ബാബിലോണെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ ബാബിലോണെ എതിർത്ത് നിൽക്കുവാനുള്ള ഒരു കോലിഷൻ, ഒരു സഖ്യം അവിടെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ബാബിലോൺ എന്ന രാജ്യത്തിലൂടെ മിസ്രൈമിനെ ദൈവം തകർക്കുമ്പോൾ മിസ്രൈമിൻ്റെ കൂട്ടാളികളെ ദൈവം തകർക്കുന്നുണ്ട്. അതായത് കൂശ്യരെ തകർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യഹൂദയും തകർക്കപ്പെടും. ഇപ്പോൾ മിസ്രൈമിൻ്റെ കൂട്ടാളികളാണ് കൂശ്യരും യഹൂദയും. ഇത്രയും നമ്മൾ മനസ്സിലാക്കണം. അതിനോ പഴയ നിയമം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്ക് എല്ലാവർക്കും, പക്ഷെ അതൊന്ന് എഫർട്ട് എടുത്ത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും കേട്ട സ്ഥിതിക്ക് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ കാരണങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, God never leaves out his justice when dealing with those who try to harm his people. ദൈവത്തിൻ്റെ ജനത്തെ ആക്രമിക്കുവാൻ ശ്രമിച്ചവരോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലിൽ ദൈവം തൻ്റെ നീതിയെ മാറ്റി നിർത്തുന്നില്ല. ഇപ്പോൾ എന്താ നടക്കുന്നത്? ബാബിലോണിനെ ഉപയോഗിച്ച് ദൈവം തൻ്റെ ന്യായവിധിയെ കൂശിൻ്റെ മേൽ ആക്കുന്നു. എന്തുകൊണ്ടാണ്? കൂശ് യഹൂദ ദേശത്തെ ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിച്ചു. പിന്നെയും പോകാം. മിസ്രൈമിൻ്റെ കൂട്ടാളികൾ ഈ സമയത്ത് ആരാ? കൂശും യഹൂദിയും. എന്നാൽ കൂശും യഹൂദിയും തമ്മിൽ നല്ല ബന്ധമില്ല. ഇവർക്ക് രണ്ടുപേർക്കും മിസ്രൈമിനോട് നല്ല ബന്ധമുണ്ട്, പക്ഷെ ഇവർക്ക് തമ്മിൽ നല്ല ബന്ധമില്ല. ഓക്കെ. അപ്പോൾ യഹൂദയോട് യുദ്ധം ചെയ്ത് അവരെ നശിപ്പിക്കുവാൻ ശ്രമിച്ച കൂശിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നത് എങ്ങനെയാണ്? ബാബിലോണിലൂടെയാണ് കൂശിൻ്റെ ഉന്മൂലനം സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ ജനത്തെ തൊടുന്നത് ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ്. ടച്ചിങ് ഗോഡ്സ് പീപ്പിൾ ഇസ് ലൈക്ക് ടച്ചിങ് ദി ആപ്പിൾ ഓഫ് ഗോഡ്സ് ഐ. ദൈവം ഉറപ്പ് വരുത്തുന്നൊരു കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ നീതിക്ക് യാതൊരു കോട്ടവും തട്ടുന്ന രീതിയിൽ കാര്യങ്ങളെ നീക്കത്തില്ല. അത് നിവൃത്തിയാക്കുക തന്നെ ചെയ്യും. എവറിത്തിങ് വിൽ ബി പെയ്ഡ് ബാക്ക്. എല്ലാത്തിനും തിരികെ പകരം ചെയ്തിരിക്കും ദൈവം. അപ്പോൾ ഇവിടെ ഉള്ളൊരു ലെസൺ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ്: ദൈവജനത്തെ ഏത് വിധേനയും നശിപ്പിക്കുവാൻ ആരെന്ത് ചെയ്യുന്നോ അവരെ ദൈവത്തിൻ്റെ സമയത്ത് ഉറപ്പായിട്ടും ശിക്ഷിച്ചിരിക്കും. അതിപ്പോൾ എത്ര കാലമെന്നൊന്നുമില്ല. ഒരു ദിവസം ദൈവത്തിന് സമയമാകുമ്പോൾ ദൈവജനത്തിനോട് മോശമായിട്ട് പെരുമാറിയ ആരായാലും അവർക്കുള്ള ശിക്ഷ ദൈവം നടപ്പിലാക്കിയിരിക്കും. ആ ശിക്ഷയിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു മാറുവാൻ സാധിക്കത്തില്ല. അതിനു വേണ്ടിയിട്ട്, ഈ നീതി പ്രവൃത്തി നിവർത്തിക്കാൻ വേണ്ടിയിട്ട് ദൈവം ആരെയും എന്തിനേയും ഉപയോഗിക്കും. God will use anything and anyone by whom he will carry out this righteous act. ഓക്കെ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ദൈവം ഈ ദേശത്തെ ശിക്ഷിക്കാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ട്, as God deals with purifying his people, he will destroy other refuge points and other idols that his people might try running to. അതായത് ദൈവം തൻ്റെ ജനത്തെ ശുദ്ധീകരിക്കുവാൻ പുറപ്പെടുമ്പോൾ പലപ്പോഴും ദൈവജനത്തിനുള്ള ഒരു പ്രവണതയാണ് ദൈവത്തിലല്ലാതെ മനുഷ്യരുടെ ഇടയിൽ അഭയം കണ്ടെത്തുവാനും അതിലേക്ക് ഓടിച്ചെല്ലുവാനുള്ള ഒരു പ്രവണത നമ്മൾ പലപ്പോഴും നമ്മളുടെ ഇടയിൽ കാണുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ ഈ അഭയസ്ഥാനങ്ങളെയും ദൈവം നശിപ്പിച്ചിട്ടാണ് ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നത്.
കാരണം നമ്മൾ പിന്നെയും ചെല്ലേണ്ടത് ആരുടെ അടുത്തേക്കാണ്? ദൈവത്തിൻ്റെ അടുത്തേക്കാണ്. ഓക്കെ. യെരമ്യാവ് നേരത്തെ പ്രവചിച്ച കാര്യം എന്താ? അവരുടെ അനുസരണക്കേട് നിമിത്തം ശിക്ഷയുണ്ട്. ആ ശിക്ഷ ഇതാണ്: ബാബിലോൺ എന്ന ദേശത്തെ ഉപയോഗിച്ച് ദൈവം അവരെ ശിക്ഷിക്കും. ബാബേൽ അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. ഈ അരുളപ്പാടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യഹൂദ എന്ത് ചെയ്തു? മിസ്രൈമിനോട് സഖ്യം ചേർന്നു. മിസ്രൈമിൻ്റെ കൂട്ടാളികളായ കൂശ്. ഓക്കെ, ഇപ്പോൾ കുറച്ചൊക്കെ ഒരു വ്യക്തത വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മിസ്രൈമിനോട് സഖ്യത ചേരുമ്പോൾ അവരുമായിട്ട് ബന്ധമുള്ള മറ്റുള്ളവരോടും ആശ്രയം വരും. അപ്പോൾ ദൈവം ഇവരെ ശുദ്ധീകരിക്കുമ്പോൾ, അതായത് യഹൂദയെ ശുദ്ധീകരിക്കുമ്പോൾ, മിസ്രൈമിൽ നിന്നും അവരുടെ കൂട്ടാളികളിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ വരാൻ കഴിയുന്ന എന്ത് സഹായവും ദൈവം നശിപ്പിക്കുകയാണ്. ഹീസ് ഡിസ്ട്രോയിങ് ദാറ്റ് ഹെൽപ്പ്. അങ്ങനെ ചെയ്യുമ്പോൾ യഹൂദയ്ക്ക് ദൈവം കൊടുക്കുന്ന ഈ ഒരു ബാലശിക്ഷയിലോട്ട് വിധേയനാകാനല്ലാതെ വേറെ വഴിയില്ല. They don't have any other choice other than to submit themselves to the discipline of God. ഇത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ദൈവം അത് നമ്മളുടെ നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. He does it for our good. അത് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇനി കൂശ് എന്ന ദേശത്തോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് കഴിഞ്ഞതിന് ശേഷം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അസീരിയ എന്നുള്ള ദേശത്തോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ് നമ്മൾ കാണുന്നത്. നമുക്കൊന്ന് വായിക്കാം. അസീരിയ എന്ന ദേശത്തോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട്. അവൻ വടക്കോട്ട് കൈനീട്ടി അശ്ശൂരിനെ നശിപ്പിക്കും. നിനവയെ ശൂന്യവും മരുഭൂമിയിലെ വരണ്ട നിലവുമാക്കും. അതിന്റെ നടുവിൽ ആട്ടിൻകൂട്ടങ്ങളും നാനാജാതി മൃഗങ്ങളും കിടക്കും. അതിന്റെ തോതികളുടെ ഇടയിൽ വേഴാമ്പലും മുള്ളനും രാപ്പാർക്കും. കിളിവാതിലുകളിൽ പാടുന്നത് കേട്ടോ. ദേവദാരുപ്പണി പറിച്ചു കളഞ്ഞിരിക്കയാൽ കുമ്മരപ്പണികൾ ശൂന്യതയുണ്ട്. ഞാനേയുള്ളൂ, ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് നിർഭയം വസിക്കുന്ന ഉല്ലാസിത നഗരം ഇത് തന്നെ. അത് ശൂന്യവും മൃഗങ്ങൾക്ക് കിടപ്പിടവുമായി തീർന്നതെങ്ങനെ? അതിനരികെ കൂടി പോകുന്ന ഏവരും ചൂളകുത്തി കൈ നിൽക്കും. ഓക്കെ, ദൈവം അസീരിയ എന്നുള്ള സാമ്രാജ്യത്തോട് പകരം ചെയ്യുന്നു. ഇത് എഴുതുന്ന സമയത്ത് അസീറിയ ഒരു ലോകശക്തിയാണ് ചരിത്രത്തിൽ. ഒരുപാട് മിലിറ്ററി സക്സസ് അവർക്ക് ഓൾറെഡി ഇതിനോടകം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. 13-ാമത്തെ വാക്യം സൂചിപ്പിക്കുന്നത് പോലെ തെക്കുള്ള ദേശങ്ങളിൽ നിന്നും മാറി ഇപ്പോൾ ദിശ വടക്കേലേക്ക് പോവുകയാണ്. കാരണം അസീറിയ ഈ നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള ദേശത്തേക്കാൾ വടക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇത് നടക്കുന്നതിന് 1 നൂറ്റാണ്ട് മുമ്പ്, സെഫന്യ എഴുതുന്നതിന് 1 നൂറ്റാണ്ട് മുമ്പ് അസീറിയ എന്നുള്ള സാമ്രാജ്യമാണ് വടക്കേ രാജ്യമായ ഇസ്രായേലിനെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ വടക്കേ രാജ്യമായ ഇസ്രായേലിന് ഒരു അവസാനം അന്ന് നടന്നു. ഓക്കെ, ഇനി ഒരു വലിയ രാജ്യമായിരിക്കുന്ന അസീറിയയുടെ മേലുള്ള നാശം എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് ടോട്ടൽ അനിഹിലേഷൻ ഓഫ് അസീറിയ ആൻഡ് നിനവേ. അസീറിയയും നിനവയുടെയും ഉന്മൂലനം ആണ് നമ്മളിവിടെ കാണുന്നത്. ദ മെൻഷൻ ഓഫ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് നിനവേ. നിനവേ എന്ന പട്ടണത്തിൻ്റെ നാശത്തിൻ്റെ പരാമർശം എന്താണ് നമ്മളോട് പറയുന്നത്? ഈ എഴുതപ്പെട്ട കാര്യവും നഹൂം നിനവയെ പറ്റി പ്രവചിച്ച കാര്യം ഒരേ കാലയളവിലാണ് നടക്കുന്നത്. മനസ്സിലാക്കേണ്ടത് അതാണ്. നഹൂം നിനവയുടെ നാശത്തെപ്പറ്റി പ്രവചിച്ചു, സെഫന്യാവും അതിനെ പ്രവചിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്ത് ഒരേ സമയം നടക്കുന്ന സംഭവങ്ങളാണ്. അസീരിയ വിൽ ബി എ ഡെസൊലേഷൻ എന്ന് വെച്ചാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല, അതൊരു മരുഭൂമി പോലെ ആയിരിക്കും എന്നുള്ളതാണ് അവരുടെ നാശത്തിൻ്റെ ഒരു കാര്യം. പിന്നെ രണ്ടാമതായിട്ട് നിനവേ വിൽ ബി ഇൻഹാബിറ്റഡ് ബൈ ബീസ്റ്റ്സ്. മൃഗങ്ങൾ അവിടെ വസിക്കും.
ഭൂമിയെ കിടകിട വിറപ്പിച്ച ഒരു സാമ്രാജ്യത്തിൻ്റെ രാജധാനി ഇപ്പോൾ എന്തായിട്ടാണ് ചുരുങ്ങുന്നത്? ഒരു മനുഷ്യവാസമില്ലാത്ത മൃഗങ്ങൾ കയറി പാർക്കുന്ന ഒരു സ്ഥലമായിട്ടത് ചുരുങ്ങിപ്പോവുകയാണ്. ഓക്കെ, അവരെന്തൊക്കെയാണ് പണിതെടുത്തത് അവരുടെ ആ ഒരു മോടിയെ കൂട്ടുവാൻ, അതെല്ലാം നശിച്ചു പോയിട്ട് ഇവിടെ ഇനി താമസിക്കുന്നത് ആരാ? മനുഷ്യരാരും താമസിക്കുന്നില്ല, മൃഗങ്ങളാണ് താമസിക്കുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കെട്ടിടം ആൾതാമസമില്ലാതായിരിക്കുമ്പോൾ പിന്നെ അവിടെ താമസിക്കുന്ന ആരാ? മൃഗങ്ങളാണ്. ഏഴ് ഉള്ള എല്ലാ ടൈപ്പ് മൃഗങ്ങളും പിന്നെ അവിടെ താമസിക്കും. അതൊന്ന് സങ്കല്പിച്ചാൽ മതി. ഇവിടെ ഓൾ കൈൻഡ്സ് ഓഫ് ബീസ്റ്റ്സ് എന്ന് വെച്ചാൽ ദേവദാരു ഇനി ശൂന്യമായി കിടക്കുന്ന അവസ്ഥ. ബിൽഡിങ്സിനെല്ലാം എന്താ പറയുക, വളരെ നാശം സംഭവിച്ചിരിക്കുന്നു. ദേവദാരു, സെഡാർ ട്രീസ് എന്ന് പറയുമ്പോൾ ലെബനോനിൽ നിന്നും അവർ അന്നത്തെ കാലത്ത് ഇമ്പോർട്ട് ചെയ്ത് പണിയാൻ ഉപയോഗിക്കുന്ന ഒരു തടി ഉൽപ്പന്നമാണ്. അപ്പോൾ അതിൻ്റെ സൈസ് കൊണ്ടും ശക്തി കൊണ്ടും അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ്. പക്ഷെ ഇപ്പം എന്താ, അതിനൊരു പ്രയോജനമില്ലാത്ത ഒരു അവസ്ഥയെ മാറും. അപ്പോൾ ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം എന്ത് കാരണമാണ് അസിറിയൻ സാമ്രാജ്യത്തിന് പറ്റിയത്? ആ കാരണമാണ് 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ സച്ച് എ പണിഷ്മെൻറ്റ് ദാറ്റ് ഗോഡ് അഡ്മിനിസ്റ്റേഴ്സ്? ആ കാരണം 15-ാമത്തെ വാക്യത്തിലുണ്ട്. നിനവേ എന്താണ് ചെയ്തിരുന്നത്? 15-ാമത്തെ വാക്യം അതിൻ്റെ ആദ്യത്തെ ഭാഗം ഒന്ന് വായിക്കാമോ? ആദ്യത്തെ ഭാഗം, 15th വേഴ്സിൻ്റെ ആദ്യത്തെ ഭാഗം. ഉല്ലാസ നഗരം. They rejoiced without ceasing and with pomp. നിർത്താതെ ഉല്ലസിച്ച് അഹങ്കരിക്കുന്ന സന്തോഷം നിറഞ്ഞ ഒരു നഗരം. ആ ഉല്ലാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരണം നമ്മളിവിടെ നോക്കിയാൽ അത് ദൈവത്തിലല്ല അവർ സന്തോഷിച്ചത്, മറിച്ച് അവരിൽ തന്നെയാണ് സന്തോഷിക്കുന്നത്. അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു കോൺവെർസേഷൻ ഒന്ന് നോക്കിക്കേ. ഞാനേ ഉള്ളൂ, ഞാനല്ലാതെ മറ്റാരുമില്ല. ഐ ആം ആൻഡ് ദർ ഇസ് നോ വൺ എൽസ്. യെശയ്യാവിൻ്റെ പുസ്തകം 45:6 നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പൂർണ്ണ അർത്ഥത്തിൽ പറയുവാൻ സാധിക്കുന്നത് ആരാ? യഹോവയായ ദൈവം മാത്രമേ അത് പറയുവാൻ യോഗ്യനായിട്ടുള്ളൂ. ഞാൻ ഏകനാണ്, ഞാനല്ലാതെ വേറെ ആരുമില്ല. ദൈവത്തിന് മാത്രം പറയാൻ സാധിക്കുന്ന സെൽഫ് ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സൃഷ്ടിയുടെ മേൽ തനിക്ക് സർവ്വ അധികാരമുണ്ട്, സൃഷ്ടിയിൽ നിന്നും താൻ സ്വതന്ത്രനാണ്. ദാറ്റ്സ് ഗോഡ്. പക്ഷേ ആ സ്വാതന്ത്ര്യം ഇപ്പോൾ ആരാണ് ആഗ്രഹിക്കുന്നത്? കേവലം ഒരു മനുഷ്യ സാമ്രാജ്യം തുല്യരായിട്ട് തന്നെ കാണുന്നു. ദൈവത്തിന് മാത്രം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ അവർ അത് സ്വയം ഏറ്റെടുത്ത് അത് പറയുവാൻ ശ്രമിക്കുന്നു. ദിസ് ഇസ് എ ബ്രൂട്ടൽ മാനിഫെസ്റ്റേഷൻ ഓഫ് പ്രൈഡ്. അഹങ്കാരത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പ്രദർശനമാണ് നമ്മളിവിടെ കാണുന്നത്. അഹങ്കാരം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് കാര്യം. ദൈവത്തിന് മാത്രം പറയുവാൻ കഴിയുന്ന ഒരു കാര്യം മണ്ണിൽ നിന്നും വന്ന ഒരു മനുഷ്യൻ യാഥാർത്ഥ്യബോധമില്ലാതെ പറയുമ്പോൾ അതാണ് അഹങ്കാരം. Their pride was on their perception of them seeking ill for Israel. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരുടെ തിന്മയാൽ നിറയപ്പെട്ട ഒരു ആഗ്രഹത്തിൽ നിന്നാണ് അവരുടെ അഹങ്കാരം ഉണ്ടായത്. നമുക്ക് ഹെസക്കിയാവിൻ്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. വടക്കേ രാജ്യമായ ഇസ്രായേലിനെ അവർ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഹെസക്കിയ രാജാവിൻ്റെ കാലയളവിൽ സെന്നക്കിരീബ് രാജാവും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും എല്ലാം ഹെസക്കിയാവിൻ്റെ യഹൂദ ദേശത്തേക്ക് വന്ന് അവർ വെല്ലുവിളിക്കുന്നുണ്ട്. ജാതികളുടെ മറ്റ് ദൈവങ്ങളൊന്നും അവരെ രക്ഷിച്ചില്ല. അപ്പോൾ നിങ്ങളെ ദൈവം രക്ഷിക്കുമെന്നുള്ള എന്ത് ഗ്യാരണ്ടിയാണല്ലോ? അപ്പോൾ ദൈവത്തെ അവർ വെല്ലുവിളിച്ചു അവിടെ ഹെസക്കിയാവിൻ്റെ കാലയളവിൽ.
അപ്പോൾ ഇസ്രായേലിനെ അല്ലെങ്കിൽ യഹൂദയ ദേശത്തെ ആക്രമിക്കുവാൻ അവർ വന്നപ്പോൾ അവർ തൊടാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് തൊട്ടു. അതെവിടെ? ദൈവത്തെ തൊട്ടു. ഇസ്രായേലിലെ ദൈവത്തെ തൊട്ടു. ആ ദൈവത്തെ തൊട്ടതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ എന്താ ഇവിടെ കാണുന്നത്. നമുക്കറിയാം സെന്നക്കെരീബ് പിന്നീട് അന്ന് യഹൂദ ദേശത്തെ ആക്രമിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം യഹോവയുടെ ഒരു ദൂതൻ വന്ന് 1,85,000 പേരെ കൊന്നു കളഞ്ഞു. പിന്നെ അവർ തിരിച്ചുപോയി. ഈ രാജാവ് പിന്നെ അയാളുടെ ദേവൻ്റെ മന്ദിരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 പേര് അയാളെ കൊന്നിട്ട് അവരവിടെ നിന്ന് മുങ്ങി. അപ്പോൾ അയാളുടെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്ക് രക്ഷയില്ല. എന്നിട്ടാണ് യഹോവയെ ദൈവത്തെ വെല്ലുവിളിക്കാൻ പോയത്. അപ്പോൾ ഈ ചരിത്രമെല്ലാം നമ്മളൊന്ന് കൂട്ടി ചേർത്ത് വായിച്ചാൽ ഇതിൻ്റെ ഒരു പൂർണ്ണത നമുക്കൊന്ന് കിട്ടും. ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവരുടെ അഹങ്കാരത്തിൽ പറഞ്ഞതോടുകൂടി കയറി ചെല്ലാൻ പാടില്ലാത്തൊരു സ്ഥലത്തേക്ക് ഇവർ അതിക്രമിച്ച് കയറി. ദേ എൻറ്റേർഡ് എ ഡേഞ്ചറസ് ഏരിയ ഓഫ് പ്രൈഡ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള അഹങ്കാരം പെട്ടെന്ന് ദിവസം പൊട്ടിമുളച്ചുണ്ടാവുന്ന ഒരു കാര്യമല്ല. അഹങ്കാരം ഒരിക്കലും അങ്ങനല്ല. ഇന്നലെ ഞാൻ താഴ്മയുള്ളവനായിരുന്നു, ഇന്ന് ഞാൻ അഹങ്കാരിയായ, അങ്ങനല്ല. അഹങ്കാരം വളരെ സട്ടിലായിട്ടാണ്, വളരെ കൗശലത്തോടു കൂടിയിട്ടാണ് വരുന്നത്. ഓക്കെ. സെഫന്യാവ് യോശിയാവിൻ്റെ കാലയളവിൽ പ്രവചിച്ചു. ഓക്കെ. ഈ സംഭവത്തിന് മുമ്പാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ ഉള്ള കാര്യങ്ങളെല്ലാം നടന്നത്. ഹെസക്കിയാവിൻ്റെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ അതിനു മുമ്പാണ് നടന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അസീരിയ വടക്കേ രാജ്യമായ ഇസ്രായേലിനെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി ഇവരെയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ദിസ് ഇസ് ഹാപ്പനിങ് വിത്തിൻ എ ടൈം ഓഫ് 75 years. എന്നുവെച്ചാൽ സെഫന്യാവിൻ്റെ കാലഘട്ടത്തിൽ നിന്നും പുറകോട്ട് ചിന്തിച്ചാൽ ഒരു 75 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ ചരിത്രം. 75 വർഷം കൊണ്ട് അവരുടെ അഹങ്കാരം ഇപ്പോൾ ഏത് ലെവൽ വരെയായി? ദൈവത്തെ വെല്ലുവിളിച്ചു എന്നുള്ളത് അവിടെ നിർത്തിയില്ല. അതിനേക്കാൾ ഉപരി ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു അവകാശവാദം അവർ ഏറ്റെടുത്തു. They became or tried to be equal to God. They went from challenging God to trying to be equal to God. ദൈവത്തെ വെല്ലുവിളിച്ചു ഉള്ളൊരു ഘട്ടത്തിൽ നിന്നും ദൈവത്തോടൊപ്പം നിൽക്കുവാനുള്ള മനസ്സിലേക്ക് അവർ ചെന്നു. ഇത് ഇന്നോ അല്ലെ 1-2 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, വർഷങ്ങളെടുത്തു ഈ ഒരു ലെവലിലേക്ക് പോകാൻ. ഓക്കെ. അഹങ്കാരത്തോടുള്ള ബന്ധത്തിൽ ഇവരുടെ രണ്ടാമത്തെ കാരണം, അതായത് ദൈവം ഇവരെ ശിക്ഷിക്കാനുള്ള രണ്ടാമത്തെ കാരണം, പ്രൈഡ് ക്യാൻ കം ഇൻ സോ മെനി ഫോംസ്. അഹങ്കാരത്തിന് പല രൂപങ്ങൾ എടുത്ത് വരുവാൻ സാധിക്കും. ആൻഡ് സംടൈംസ് ദ പണിഷ്മെൻറ്റ് ആൻഡ് റീപേയിങ് ഓഫ് അവർ സിൻസ് മേ നോട്ട് ബി ഇമ്മീഡിയറ്റ്. ചിലപ്പോൾ അത് ഉടനെ തന്നെ അത് നടക്കണമെന്നില്ല, പക്ഷേ അതിനെ ദൈവം ശിക്ഷിച്ചിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സാത്താൻ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെടുവാൻ എന്തായിരുന്നു കാരണം? അഹങ്കാരമാണ്. മോവാബും അമ്മോനും അസിറിയയും എന്ത് കാരണത്താലാണ് ശിക്ഷിക്കപ്പെടുന്നത്? അഹങ്കാരത്താലാണ്. സോ ഇറ്റ്സ് സച്ച് എ ഡേഞ്ചറസ് തിങ് ടു ട്രൈ ടു ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നും സ്വതന്ത്രനായിട്ട് ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് തീ കൊണ്ടുള്ള കളിയാണ്. To claim what only God can claim. ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്നൊരു കാര്യം ഞാൻ അത് എനിക്ക് വേണ്ടി ഏറ്റെടുക്കുമ്പോൾ അതും ഒരു അപകടം പിടിച്ചൊരു കാര്യമാണ്. എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ സ്വയം പര്യാപ്തത ഉള്ളവനാണ്. പൊതുവേ നമ്മുടെ ചുറ്റുമുള്ള സമൂഹം ഇപ്പോൾ അങ്ങനെയാണല്ലോ. എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വയം പര്യാപ്തതയായി. കോവിഡൊക്കെ വരണം ഇവരുടെയൊക്കെ ശരിക്കുള്ള സ്വയം പര്യാപ്തത അറിയാൻ. അല്ലെങ്കിൽ ഒരു പ്രളയം വന്നാലും മതി. സെൽഫ് എക്സിസ്റ്റൻസ്, എക്സ്ക്ലൂസീവ് വർഷിപ്പ്, ഇമ്മ്യൂട്ടബിലിറ്റി. എല്ലായ്പ്പോഴും ആയിരിക്കുവാൻ വേറെ ആരുടെയും സഹായമില്ലാത്തൊരവസ്ഥ, ആരാധനയുടെ എക്സ്ക്ലൂസീവ്നെസ്, മാറ്റമില്ലാത്ത സ്വഭാവം, ഇത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന കാര്യങ്ങൾ അത് നമ്മളുടെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ നമ്മൾ മനുഷ്യരെ ശ്രമിക്കും.
എന്നാൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ദൈവത്തിൻ്റെ തന്നെ സ്വഭാവവിശേഷതകളുണ്ട്, അത് നമ്മൾ അന്വേഷിക്കുന്നതുമില്ല. നമ്മളെന്താ നോക്കുന്നത്? സർവ്വശക്തി, സർവ്വവ്യാപി, സർവ്വജ്ഞാനി എന്നുള്ള കാര്യം നമ്മൾ ഇങ്ങനെ എടുക്കാൻ നോക്കും അനധികൃതമായിട്ട്. എന്നാൽ സ്നേഹം, ദീർഘക്ഷമ, കരുണ മുതലായ കാര്യങ്ങൾ അത് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിൻ്റെ പുറകെ ആരും പോകത്തുമില്ല. ഇതാണ് അഹങ്കാരം. ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ് ഓൾ അബൌട്ട്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അസീറിയയുടെ അടുത്തൂടെ പോകുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത്? സഹതാപത്തിൻ്റെ ഒരു 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 ക്രിയയാണ് ഇവിടെ നടത്തുന്നത്. ദേ വിൽ പാസ് ബൈ ഹെർ ആൻഡ് ഹി വിൽ ഹിസ് ആൻഡ് വേവ് ഹിസ് ഹാൻഡ് ഇൻ കണ്ടംപ്റ്റ്. എന്ന് വെച്ചാൽ അവരിത് ഒരു അഗ്രഷൻ്റെ ഒരു ക്രിയയായിട്ടല്ല, മറിച്ച് ശക്തിശാലികളായിട്ടുള്ള ആൾക്കാർ എന്തൊരു അധപതനമായി പോയി എന്നുള്ള ഒരു സർപ്രൈസ് ആണിവിടെ അതിനെ കാണുന്നവർ പ്രകടമാക്കുന്ന വികാരം. ഇനി നമുക്ക് ചുരുക്കത്തിൽ ഒരു 8 വാക്യം കൂടെ ശ്രദ്ധിക്കാം. 3-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഇത് പുറമേ ഉള്ള രാജ്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ദൈവം യഹൂദദേശത്തോടാണ് തൻ്റെ ശ്രദ്ധയെ തിരിക്കുന്നത്. ബാക്കിയുള്ളവരെ പോലെ തന്നെ മോശപ്പെട്ട കൂട്ടമാണ് ഈ യഹൂദദേശം ഈ കാലഘട്ടത്തിൽ. ഓക്കെ, കാരണം ദൈവം അയച്ച പ്രവാചകന്മാരെ ഇവർ കേൾക്കുന്നില്ല. ദൈവം അയച്ച ശുശ്രൂഷകന്മാരോട് ഇവർക്ക് ഒരു അകൽച്ചയാണ്. അവർക്ക് തിരുത്തപ്പെടുവാനുള്ള മനസ്സില്ല. ദൈവത്തിൽ ആശ്രയിക്കാൻ അവർക്ക് വേണ്ട, അത് ആവശ്യമില്ല അവർക്ക്. അവരുടെ ആത്മീയ നേതാക്കളും അവരുടെ രാഷ്ട്രീയപരമായ നേതാക്കളും എന്താ പറയുക, എല്ലാം ദൈവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മലിനമാക്കുന്നു. ദൈവത്തെ ശരിയായ രീതിയിൽ പ്രതിഫലിക്കുന്നുമില്ല. ഇതാണ് യഹൂദയിലെ അവസ്ഥ. നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം, ഈ പുസ്തകത്തിൻ്റെ ഭൂരിഭാഗം യഹൂദദേശത്തിൻ്റെ പാപങ്ങളെ പറ്റിയാണ് പറയുന്നതെങ്കിലും ഇസ്രായേലിൻ്റെ ശത്രുക്കളെ പറ്റിയും ഇസ്രായേലിക്ക് ചുറ്റുമുള്ള ദേശത്തെ പറ്റിയും അവരുടെ പാപത്തെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള ദേശത്തിൻ്റെ ശിക്ഷാവിധിയെ പറ്റി യഹൂദദേശത്തോട് പറയുന്നത്? 3-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 3:6. ഞാൻ ജാതികളെ ഛേദിച്ചു കളഞ്ഞു, അവരുടെ ഒത്തളങ്ങൾ ശൂന്യമായിരുന്നു. ഞാൻ അവരുടെ വീഥികളെ ആരും കടന്നു പോകാതെ വണ്ണം ശൂന്യമാക്കി. അവരുടെ പട്ടണങ്ങൾ ഒരു മനുഷ്യനും നിവാസിയുമില്ലാതെ നശിച്ചിരിക്കുന്നു. നീ എന്നെ ഭയപ്പെട്ട പ്രബോധനം കൈക്കൊള്ളുക. ഓക്കെ, മതി. അപ്പോൾ 6-ാമത്തെ വാക്യത്തിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവുണ്ട്. ബാക്കിയുള്ള ദേശത്തെ ശിക്ഷിക്കുമ്പോൾ അതെന്തിന് യഹൂദയോട് പറയണം? ചുറ്റുമുള്ള ദേശത്തിൻ്റെ അഹങ്കാരം, പ്രൈഡ്, അവരെ എപ്രകാരമാണ് വയലൻസ് കാണിച്ചത്, മറ്റുള്ളവരെങ്ങനെയാണ് ബുദ്ധിമുട്ടിച്ചത്, അതെല്ലാം ദൈവം ശിക്ഷിക്കുമ്പോൾ യഹൂദ ഇത് കാണണം. എന്നിട്ട് ഇവരുടെ തന്നെ ഇത്തരം കുറ്റങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഇവർ ഉണർന്ന് പ്രവർത്തിക്കണം. ദേ ഷുഡ് വേക്കപ്പ്, എണ്ണിക്കണം. അപ്പോൾ അവരും ഇവരും ഇതേ കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവത്തെ ത്യജിച്ചതുകൊണ്ടാണ്. ദൈവത്തെ ത്യജിച്ച ജാതികൾക്ക് ഇത് സംഭവിക്കുമ്പോൾ ദൈവജനം ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്നും ഒഴിഞ്ഞു മാറണം, മാനസാന്തരപ്പെടണം. ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുമ്പോൾ യഹൂദദേശം അവരുടെ പാപത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് തിരുത്തൽ സ്വീകരിക്കണം. ഇപ്പോൾ ഞാൻ 2018 പ്രളയത്തെപ്പറ്റി ആ സമയത്ത് എഴുതിയ ഒരു മെസ്സേജാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഉദാഹരണമായിട്ട് വന്നത്. അപ്പോൾ നമ്മളുടെ വിശ്വാസികളിൽ പല വ്യക്തികൾക്കും ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാത്ത, അല്ലെങ്കിൽ ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പല വ്യക്തികളും നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു. അന്ന് ഉള്ള ആൾക്കാർക്കൊരു തിരിച്ചടി ആയതുപോലെയാണ് കേരളത്തിലെ പ്രളയത്തിൻ്റെ ഒരു അവസ്ഥ. കാര്യം ശരിയാണ്, നമ്മുടെ ഇടയിൽ കുറേ ആൾക്കാരുടെ
ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുടെ പുറകിലുള്ള ഓട്ടം, സ്വാർത്ഥത, അഹങ്കാരം, നമ്മളുടെ തന്നെ സ്വത്തുക്കളിലുള്ള നമ്മളുടെ സുരക്ഷിതത്വം, അതെല്ലാം പല വ്യക്തികൾക്കും ഇതൊക്കെയായിരുന്നു വിഗ്രഹം. പക്ഷെ ഒരു പ്രളയം വന്നപ്പോൾ ഇതിൻ്റെ എല്ലാം ഫൂളിഷ്നെസ് അവർക്ക് ദൈവം കാണിച്ചു കൊടുത്തു. മനസ്സിലാക്കിയോ ഇല്ലോ എന്നുള്ളത് അതറിയത്തില്ല, പക്ഷെ ദൈവം അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ദൈവമില്ലാത്ത ആൾക്കാരുടെ മേലും ഇതൊക്കെ വന്നപ്പോൾ വിശ്വാസികളത് കണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ എന്തൊക്കെയാണ് സുരക്ഷിതമാക്കുവാൻ നോക്കുന്നത്, കൂട്ടിവെക്കുവാൻ നോക്കുന്നത്, സംരക്ഷിക്കാൻ നോക്കുന്നത്, അതെല്ലാം നമ്മൾ എത്ര ശ്രമിച്ചാലും അതെല്ലാം നഷ്ടപ്പെടാൻ അധികം നേരം വേണ്ടെന്നുള്ളത് നമ്മളെ ദൈവം ബോധ്യപ്പെടുത്തുകയാണ്. അത് തന്നെയാണ് നമ്മളിവിടെയും കാണേണ്ടത്. The tragedy, however, is that in spite of seeing God's glory and justice played out, Judah was all the more eager to make their deeds corrupt. ഇത്രയും ന്യായവിധികൾ ചുറ്റുമുള്ള ദേശത്തെല്ലാം നടന്നു കഴിഞ്ഞു. എന്നിട്ടും യഹൂദ ദേശത്തിന് യാതൊരു മാനസാന്തരത്തിൻ്റെയും അനുഭവമില്ല. അവർ പിന്നെയും അവരുടെ ക്രിയകളെ കൂടുതൽ മലിനമാക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ കോപത്തെ അവർ പ്രൊവോക്ക് ചെയ്തു. ഇനിയിപ്പോൾ അവരുടെ മേൽ ദൈവത്തിൻ്റെ കോപം തടസ്സപ്പെടുത്തുവാൻ മാത്രം ഒന്നും ഇല്ല. They have nothing that can stop God's anger that falls on them. ദൈവത്തിനെ പ്രതിഫലിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉത്തരവാദിത്വം. പക്ഷെ അവർക്കത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരണം. അത് വരുമ്പോൾ അതിനെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. See, God will never let His glory to be possessed by anyone else. He is jealous. തൻ്റെ മഹത്വം വേറെ ആരും കൈവശപ്പെടുത്തുന്നത് ദൈവം കണ്ടു നിൽക്കത്തില്ല. കാരണം താൻ എരിവുള്ള ദൈവമാണ്. Continuing the example of how God deals with others to warn us, what should be our reaction? മറ്റുള്ളവരുടെ മേൽ ഒരു ശിക്ഷാ നടപടി ദൈവം ചെയ്യുമ്പോൾ അതിനോട് നാം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? എല്ലാ കാര്യങ്ങളും ദൈവം നമ്മളെ കാണിച്ചു തരും. ചില വ്യക്തികളുടെ ജീവിതത്തിൽ വരുന്ന ചില പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തരും. അങ്ങനെ അവരുടെ ജീവിതത്തിൽ അങ്ങനെ നടക്കുമ്പോൾ വാട്ട് ആർ യു ഗോയിങ് ടു ഡു? അത് കണ്ട് അവരുടെ മോശമായിട്ടുള്ള അവസ്ഥ നമ്മൾ കാണുമ്പോൾ ആർ വി ഗോയിങ് ടു റിപ്പന്റ് ഓഫ് ഇറ്റ്? നമ്മളത് ചെയ്യുന്നെങ്കിൽ അതിൽ നിന്ന് നാം മാനസാന്തരപ്പെടുന്നുണ്ടോ? അതോ നമ്മളുടെ പാപങ്ങളെ കൂടുതൽ ചെയ്ത് നമ്മൾ ദൈവത്തിനെ കോപിപ്പിക്കുകയാണോ? അപ്പോൾ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ ഞാൻ പറയുന്നത്, ഫിലിസ്തീൻ ദേശത്തോടും മോബിയരോടും അമ്മോനിനോടും കൂശിനോടും അശ്ശൂര്യയോടുമുള്ള ദൈവത്തിൻ്റെ ന്യായവിധി, അതെല്ലാം ദൈവം പറയുന്നത് യഹൂദദേശം മാനസാന്തരപ്പെട്ട് തിരികെ വരാനാണ്, ദൈവഭാഗത്തേക്ക് തിരികെ വരാനാണ്. അതാണല്ലോ 6-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിച്ചു. 7-ാമത്തെ വാക്യത്തിൽ എന്താ ദൈവം പറയുന്നത്? അതൊന്ന് വായിച്ചേ. ഛേദിക്കപ്പെടുകയില്ലായിരുന്നു. എങ്കിലും അവർ ജാഗ്രതയോടെ തങ്ങളുടെ ദുഷ്ടപ്രവൃത്തികൾ ഒക്കെയും ചെയ്തു പോന്നു. അവർ ജാഗ്രതയോടെ അവരുടെ ദുഷ്ടപ്രവൃത്തികളെല്ലാം ചെയ്തു പോന്നു. എന്നുവെച്ചാൽ ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുവാൻ അവർക്ക് കൂടുതൽ ജാഗ്രതയായി. അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമാണ് നമ്മൾ കാണുന്നത്. ശിക്ഷ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും തെറ്റ് പിന്നെയും ചെയ്യുന്നത് പിന്നെ അഹങ്കാരമല്ലാതെ പിന്നെ വേറെന്തുവാ? അതാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. See, God is working in this world so that His character is evidenced by what is happening around us. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൂടെ ദൈവം തെളിയിക്കുന്നത് എന്താ? ദൈവം തൻ്റെ സ്വഭാവത്തെ ഈ ലോകത്തിൽ പ്രകടമാക്കുന്നു. പല കുടുംബങ്ങളും ശിഥിലമാകുന്നത് അവിടെ ദൈവം ഒരു മുൻഗണന അല്ലാത്തത് കൊണ്ടാണ്. There are many families that are spoiled because God is not the priority. അങ്ങനെയുള്ള കുടുംബങ്ങളെ നമ്മൾ കണ്ടിട്ട് നമ്മളുടെ കുടുംബങ്ങളിൽ ദൈവത്തെ മുൻഗണന കൊടുത്തില്ലെങ്കിൽ അത് അഹങ്കാരമല്ലേ? പല വ്യക്തികളും പണത്തിന് മുൻഗണന കൊടുത്ത് അവർ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് ഇന്ന് ജീവിക്കുന്നുണ്ട്. ചിലപ്പോൾ പണം ഉണ്ടാവും, പക്ഷെ മനസ്സമാധാനം എന്നുള്ള കാര്യം ജീവിതത്തിലില്ല.
അങ്ങനെയുള്ള ആൾക്കാരുടെ ജീവിതം നമ്മൾ കണ്ട് പാഠം ഉൾക്കൊള്ളാതെ പിന്നെയും നമ്മളും കൂടെ അത് പണത്തിന് പുറകെ പോയാൽ പിന്നെ വാട്ട് ഇസ് ഇറ്റ്? എന്താണ് കാര്യം? നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ചെയ്യേണ്ടത് സീക്ക് ഗോഡ് ഇൻ ഹ്യൂമിലിറ്റി ആൻഡ് കൺഫെസ് ദാറ്റ് വി ഹാവ് ബീൻ റോങ്. ഇതാണ് പ്രൈഡിൻ്റെ ഓപ്പോസിറ്റായിട്ടിരിക്കുന്നത്. അഹങ്കാരത്തിൻ്റെ വിപരീത പദമായിട്ടിരിക്കുന്നത് എന്താ? താഴ്മയാണ്. തെറ്റിപ്പോയി ഏറ്റുപറയുക എന്നുള്ള കാര്യത്തിലാണ് മനുഷ്യൻ്റെ താഴ്മ വളരെ പ്രകടമാകുന്നത്. ഒരു അഹങ്കാരി ഒരിക്കലും സോറി പറയത്തില്ല, ശരിയല്ല. ഈഗോ ഇല്ലാത്ത ഒരാളാണ് സോറി പറയുന്നത്. പ്രത്യേകിച്ച് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരാൾ അഹങ്കാരിയല്ല. ദൈവത്തിന് മുമ്പാകെ തെറ്റിപ്പോയി എന്ന് പറയുന്നവനാണ് യഥാർത്ഥ താഴ്മയുള്ളവൻ. ആ താഴ്മയിലേക്ക് മടങ്ങി വരുവാനാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചില കുറവുകളുണ്ടെങ്കിൽ എന്നല്ല, ഉള്ളപ്പോൾ അഹങ്കരിച്ച് മുന്നോട്ട് ജാഗ്രതയോടെ പാപത്തിൽ തുടരാതെ ദൈവസന്നിധിയിൽ എല്ലാം അറിഞ്ഞ ദൈവത്തിന് മുമ്പാകെ സ്വയം നീതീകരിക്കാതെ ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് മാപ്പസാക്ഷി ആകുക. മാപ്പസാക്ഷിയായാൽ പിന്നെ ശിക്ഷയില്ലല്ലോ, ഡിസിപ്ലിനേ ഉള്ളൂ, ബാലശിക്ഷയേ ഉള്ളൂ. സോ ആസ്ക് ഗോഡ് ടു റെസ്റ്റോർ us. നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവത്തോട് അപേക്ഷിക്കുക. ആൻഡ് ഹി വിൽ ഡു ഇറ്റ്. ഹി ഈസ് മെർസിഫുൾ. താൻ കൃപയും കരുണയും നിറഞ്ഞവനാണ്, നീതിമാനാണ്. പാപത്തിൽ തുടരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ നീതിക്ക് ഇരയാവേണ്ടി വരും. പാപം വിട്ടൊഴിഞ്ഞ് താഴ്മയോടെ ഏറ്റുപറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും അർഹനായിട്ട് നമ്മൾ മാറും. അടുത്ത തവണ നമ്മൾ സെഫന്യാവിൻ്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് സെഫന്യാവിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതൽ 20 വാക്യം വരെയുള്ള ഭാഗങ്ങളാണ്. അതായത് ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ മെസ്സേജിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അധികമായിട്ട് സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.